உந்தன் பரமானந்த താണ്ഡവം പാർക്കവേ നാനങ്കേ. ഒരു വലിയൊരു ആരവം വരുന്നുണ്ട്, ആരോ വരുന്നു, കുറേ ആൾക്കാർ ഇങ്ങനെ ചിരിക്കുന്നു, കൈയടിക്കുന്നു. മണിച്ചേട്ടൻ വന്ന് നിൽക്കുക, കലാപ്രതിഭ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തോളിലൊക്കെ ഏറ്റിയ ആൾക്കാർ സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓടിച്ചെന്ന് ഇങ്ങനെ എന്നെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വട്ടം പിടിച്ച് ചേട്ടൻ ഒരുപാട് നേരം അങ്ങനെ മുറുകി പിടിച്ച് നിന്നു. ചേട്ടൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വീണത് എനിക്കത് ഫീൽ ചെയ്യാം, എൻ്റെ തലയിലേക്ക് വീഴാണ് ഇങ്ങനെ. ഡോക്ടർ RLV രാമകൃഷ്ണൻ കലാരംഗത്ത് തന്റേതായ സ്ഥാനം നേടിയ മോഹിനിയാട്ടം നർത്തകനും അഭിനേതാവും നൃത്ത അധ്യാപകനുമായ RLV രാമകൃഷ്ണന്റെ അനുഭവ വിവരണമാണിത്. കലാഭവൻ മണി എന്ന അതുല്യ കലാകാരന്റെ സഹോദരന്റെ ഹൃദയസ്പർശിയായ സ്മരണകൾ. സ്കൂളിൽ ബെല്ലടിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിലൊന്നും മറ്റുള്ള കുട്ടികളെ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചോറുണ്ണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അമ്മ ഹോട്ടലിൽ നിന്ന് അവിടുത്തെ ചോറ് കൊടുത്തു കഴിഞ്ഞ് അവിടെ നിന്ന് ബാക്കി വന്ന ആഹാരം കൊണ്ടുവന്നിട്ടാണ് അമ്മ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ അമ്മ വരുന്നത് വരെ ഞങ്ങൾ നോക്കിയിരിക്കും. മണിയുമൊത്തുള്ള ചാലക്കുടിയിലെ ബാല്യകാലം. ചേട്ടൻ്റെ തോളിൽ വെച്ചിട്ട് തന്നെ ഈ പുഴ നീന്തി കടക്കാണ് ഇപ്പുറത്തേക്ക്. മുരുങ്ങൂരിന്ന് വീണ്ടും ചാലക്കുടിയിലേക്ക് ഈ പാടിയുടെ അവസ്ഥയ്ക്ക് നീന്താണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അന്ന് മരിച്ചു പോകേണ്ടതാണ്. വലിയൊരു ചുഴിയിൽ പെട്ടിട്ട് ചേട്ടനും താന്നുപോയി, ഞാനും ഇടയ്ക്ക് താന്നു പോവും. കലാരംഗത്തെ വെല്ലുവിളികൾ. ഉയരത്തിലെത്താൻ വേണ്ടി പഠിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾക്ക് സമൂഹത്തിൽ നമ്മൾ കള്ളനാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എനിക്ക് അന്ന് ആ സമയം എൻ്റെ കണ്ണിലേക്ക് ആകെ ഇരുട്ട് കയറുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. മറക്കാനാവാത്ത അനുഭവങ്ങൾ. 6:30-7 മണിയോട് കൂടിയാണ് എനിക്ക് ഫോൺ വരുന്നത്. ചേട്ടൻ ഇങ്ങനെ അമൃതയിലാണ്, സീരിയസ് ആണ്, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. ഓടിയെത്തിയപ്പോൾ ചേട്ടൻ വെന്റിലേഷനിലാണ്. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ വിളിച്ചു, പറഞ്ഞു മണി എന്ത് കഴിച്ചതെന്ന് പറഞ്ഞാലാണ് ആൻറ്റിഡോസ് കൊടുക്കാൻ പറ്റുള്ളൂ, ഇപ്പോൾ അബോധാവസ്ഥയിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞറിഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് മുഴുവനും നമ്മൾ കാര്യങ്ങൾ ചോദിച്ചിട്ടൊന്നും ആരും ഒന്നും പറയുന്നില്ല. പിന്നെ കലാഭവൻ മണി എന്ന സ്നേഹസമ്പന്നനായ സഹോദരൻ്റെ ജീവിതവും. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന കലാഭവൻ മണി എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യാത്രകളിലൂടെയാണ് എൻ്റെ കുട്ടിക്കാലം നിറഞ്ഞു നിൽക്കുന്നത്. ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അതുകൊണ്ട് തന്നെ ഒരു ചരിത്രം എന്ന് പറയാനായിട്ട് എന്താ പറയുക, A to Z കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടാണ് മണിച്ചേട്ടൻ നമ്മുടെ മുമ്പിലൊന്ന് പോയിട്ടുള്ളത്. എങ്കിലും കുന്നിശ്ശേരി രാമൻ, അമ്മിണി ഞങ്ങളുടെ അച്ഛനും അമ്മയാണ്. ഞങ്ങൾക്ക് 4 പെണ്ണും 3 ആണുമാണ് ഞങ്ങൾ കുടുംബത്തിലുള്ളത്. അപ്പോൾ ഈ നിറഞ്ഞ കുടുംബത്തിൽ പിന്നീട് ഞങ്ങൾക്കൊരു സഹോദരി കൂടെ വരികയാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ അമ്മായിയുടെ മകളാണ്. അവരുടെ അച്ഛനും അമ്മയും മരിച്ചതോടുകൂടി മണിച്ചേട്ടൻ ആദ്യമായി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ആ സഹോദരിയുടെ കല്യാണമാണ്, ശാരദ എന്ന് പറഞ്ഞത്. അതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ടൊരു ഇൻസിഡൻ്റായിട്ട് നിൽക്കുന്നത്. കാരണം അച്ഛൻ 4 പെങ്ങന്മാരെയും അച്ഛൻ്റെ കഴിവിനനുസരിച്ച് കല്യാണം കഴിച്ച് കൊടുത്തു. പിന്നെ മണിച്ചേട്ടൻ ആദ്യമായിട്ട് ഈ അമ്മായിയുടെ മകളെ, അവൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അച്ഛൻ മരിച്ചു അവരുടെ. പിന്നെ അമ്മായിയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അന്ന് മുതൽ ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഞങ്ങളുടെ പെങ്ങളെ പോലെ വളർത്തിക്കൊണ്ടുവരികയും, പെങ്ങൾ തന്നെയാണ്. അവളുടെ കല്യാണം ആണ് ചേട്ടൻ ആദ്യം നടത്തുന്ന ഒരു ഉത്തരവാദിത്വം. അപ്പോൾ ചേട്ടൻ ആ സമയത്ത് കലാഭവനിലാണ്. അങ്ങനെ ഈ കല്യാണ സമയത്ത് വിവാഹമോതിരം മാറാനായിട്ട് മോതിരം ഇല്ല. അപ്പം അന്നത്തെ അറിയാലോ, ദാരിദ്ര്യം നിറഞ്ഞൊരു ജീവിതമാണ് ഞങ്ങളുടെ. അപ്പോൾ ഈ കലാഭവനിൽ ചേട്ടൻ പോകുന്നത് തന്നെ കലാഭവനിൽ പരിപാടിക്ക് പോകുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ചേട്ടൻ ആ യൂണിഫോം മാറ്റിവെച്ച് ഓട്ടോ ഡ്രൈവറുടെ യൂണിഫോം ഇട്ട് രാത്രി നേരം വെളുക്കോളം ഓട്ടോറിക്ഷ ഓടിച്ചിട്ടൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തുള്ളൊരു ഉത്തരവാദിത്തം ഈ കല്യാണം നടത്തുക എന്ന് പറയുന്നത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ ഈ കല്യാണമോതിരം കിട്ടാതെ, കല്യാണം കെട്ടുകഴിഞ്ഞിട്ടും മണിച്ചേട്ടനെ കാണാതെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം വളരെ ഒരു ഓർമ്മയിൽ വരികയാണ് എനിക്ക്. അങ്ങനെ ചേട്ടൻ എവിടെ നിന്നൊക്കെയോ പാടുപെട്ട് ഒരു മോതിരം ഒപ്പിച്ചുകൊണ്ട് ഓടി വന്ന് സഹോദരിയുടെ വിവാഹമോതിരം ചെറുക്കന് കൈമാറുന്ന ആ ഒരു സാഹചര്യത്തിൽ തുടങ്ങിയതാണ് ചേട്ടൻ്റെ വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ കുടുംബം അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്.
അവർക്കായത് ജോലിക്ക് അവർ പോവും. പക്ഷെ ഞങ്ങളുടെ ഒരു കുട്ടിക്കാലത്ത് എന്താ പറയുക, ഞങ്ങളെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു നല്ല വേഷം ഇട്ട് ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞേൽപ്പിക്കാനൊന്നും അച്ഛനും അമ്മയ്ക്കും സമയമില്ല. അവർ രാവിലെ തന്നെ പാടത്തും പറമ്പിലൊക്കെ ജോലിക്കായിട്ട് പോകും. പിന്നെ ഞങ്ങൾ തന്നെയാണ് എന്താ പറയുക സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി ഞങ്ങൾ തന്നെ പോകുന്നത്. ആഹാരമൊന്നും കൊണ്ടുപോകാനായിട്ടില്ല, സ്കൂളിലേക്കൊന്നും കൊണ്ടുപോകാനൊന്നുമില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനില്ല. അപ്പോൾ എനിക്ക് വയറ് വിശക്കാതിരിക്കുക. അപ്പോൾ എന്നെ ശരിക്കും ഒരു 1ാം ക്ലാസ്സിൽ ചേർക്കേണ്ട പ്രായത്തിലല്ല ഞാൻ പോയത്. എൻ്റെ ചേട്ടൻ്റെ കൈ പിടിച്ചിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. ആ ഒരു ചേട്ടൻ്റെ കൈപ്പിടുത്തം അദ്ദേഹം പോകുന്നവരെ നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. കാരണം അനിയൻ്റെ വയറ് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ അന്ന് സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ പണ്ടത്തെ എണ്ണയുടെ ഒരു കുപ്പിയുണ്ട്. ഈ കുപ്പിയിൽ ആ കാലിക്കുപ്പി കഴുകി അതിൽ കാപ്പി നിറച്ച് വരും. ആ കാപ്പി വയറ് വിശക്കുന്ന സമയത്തൊക്കെ ചേട്ടൻ 4ാം ക്ലാസ്സിലായിരിക്കും, എൻ്റെ ക്ലാസ്സിൽ വന്ന് ചേട്ടൻ എനിക്ക് എടുത്തു തരും. അങ്ങനെയാണ് ആ വിശപ്പ് മാറിക്കൊണ്ടിരുന്നത്. ആ കാപ്പിയോടുള്ളൊരു ഭ്രമം ഇപ്പോഴും ഉണ്ട്. പിന്നെ അന്നെന്ന് പറയുന്നത് ഈ മൈദ കുറുക്കുന്നതാണ്. അപ്പം നമ്മൾ ചേമ്പില ഉണ്ടാവും, ഈ ചേമ്പില പൊട്ടിച്ച് കൊണ്ടുവന്ന് ഈ ചൂടുള്ള മൈദ കുറുക്കിയ മൈദയാണ് അന്ന് സ്കൂളിൽ. പിന്നീടാണത് ഗോതമ്പിൻ്റെയൊക്കെ ഉപ്പുമാവായിട്ട് മാറിയത്. അപ്പോൾ ഇതെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ചേട്ടൻ്റെ കൂടെ പറഞ്ഞയക്കാറ്. കല എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ജന്മസിദ്ധമായി ഉണ്ടായ ഒന്നാണ്. ആരും കല പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതല്ല. ചേട്ടന് മിമിക്രിയിലായാലും ഓണാക്ടിലായാലും നാടൻപാട്ടിലായാലും ഇപ്പോൾ വീട്ടിലെല്ലാ സഹോദരിമാരും അത്യാവശ്യം നന്നായി പാടുന്നവരാണ്. പക്ഷെ അവർക്കൊന്നും പുറത്തേക്ക് വരാനും പാടാനും ഉള്ളൊരു സാഹചര്യങ്ങളായിരുന്നില്ലല്ലോ അന്ന്. അപ്പോൾ അങ്ങനെ ജന്മസിദ്ധമായ കിട്ടിയ കലയിലേക്കുള്ളൊരു യാത്രയപ്പായിരുന്നു പിന്നീട് ഉണ്ടായത്. ഞാൻ നൃത്തം എന്ന് പറയുന്നത് ആരും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും നർത്തകരോ അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നവരോ പഠിപ്പിക്കുന്നവരോ ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് നൃത്തത്തോടായിരുന്നു കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. ഈ ഡാൻസ് സ്കൂളിൽ അവിടെ ഒരു ടീച്ചർ പഠിപ്പിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിലിരിക്കുന്ന ഈ സമയത്ത് ടീച്ചറുടെ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ഞാൻ പതുക്കെ ടീച്ചറെ കാണാണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഈ ജനലിലൂടെ പോയി എത്തിച്ചു നോക്കി ഈ നൃത്തം പഠിപ്പിക്കുന്നത് കാണും. അങ്ങനെ ടീച്ചർമാർ പറയും അനീനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ചേട്ടൻ കൃത്യമായിട്ട് അറിയാം ഞാൻ എവിടെ ഉണ്ടാവും എന്നുള്ളത് അറിയാം. ഡാൻസ് ടീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ആ ജനാലിലെങ്കിലും തൂങ്ങി കിടക്കുന്നുണ്ടാവും ഞാൻ. അങ്ങനെ ചേട്ടൻ വന്നിങ്ങനെ തോളിൽ പിടിച്ച് കുറച്ച് നേരം അത് കാണിച്ചു തരും. അങ്ങനെ കണ്ട് ക്ലാസ്സിൽ പോയിരിക്കും. അപ്പോൾ ഈ കണ്ട നൃത്തങ്ങളുടെ ഒരു ഇമിറ്റേഷനാണ് പിന്നെ ഞാൻ വീട്ടിൽ വന്നാലുണ്ടാവുക. അപ്പോൾ നമ്മുടെ സാധാരണ സർക്കാർ LP സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വാർഷികത്തിനൊക്കെ വേണ്ടി പഠിപ്പിക്കാൻ വരുന്ന ഈ ഡാൻസ് നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ്. അച്ഛൻ്റെ മുണ്ടൊക്കെ എടുത്തൊരു കർട്ടൻ പോലെ ഉണ്ടാക്കുന്നു. അമ്മയുടെ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി ഒരു സെറ്റ് മുണ്ടുണ്ടാവും, അതിങ്ങനെ അലക്കി നീലം പിഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിനിങ്ങനെ നമ്മൾ സ്റ്റേജിൽ കണ്ട പോലെ ഇങ്ങനെ ഞെറിഞ്ഞുണ്ടാക്കി. അതുപോലെ തന്നെ ഈ നർത്തകിയുടെ കയ്യിലെ ചുവപ്പും അല്ലെങ്കിൽ ചുണ്ടിലെ ചുവപ്പും നമുക്കറിയില്ല. അപ്പോൾ അത് പ്രതീകാത്മകമായിട്ട് നമ്മൾ ഈ തേക്കിൻ്റെ കൂമ്പ് അത് ഉരയ്ക്കും. പിന്നെ 4 മണിപ്പൂ 10 മണിപ്പൂ എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് ആ ചായം കലർത്തി ചുണ്ടിലും കവിളത്തൊക്കെ ചേർത്ത് ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യണം. അവിടെ ആരും അതിന് നിർദ്ദേശം തരില്ല, നമ്മൾ തന്നെ കർട്ടൻ പൊക്കി വയ്ക്കും, നമ്മൾ തന്നെ പാട്ട് പാടും, നൃത്തം ചെയ്യുന്നു. ഈ അലങ്കാരങ്ങളൊക്കെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യും. അച്ഛൻ അവിടെ ജോലി ചെയ്തിരുന്നത് വൈമേലി കൃഷ്ണൻ മേനോൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലായിരുന്നു. അതായത് വളരെ തുച്ഛമായ ഒരു കൂലിയാണ് അവിടെ നിന്നുള്ളത്. പക്ഷേ അച്ഛൻ അതിരാവിലെ അങ്ങോട്ട് പോകും. അമ്മ അവിടെ ഒരു ഹൈമ സെബാസ്റ്റ്യൻ എന്ന് പറയുക ഒരു ഹോട്ടലുണ്ട്. പണ്ട് ആശുപത്രി ജംഗ്ഷനിലൊരു ഹോട്ടലുണ്ടായിരുന്നു, ഇന്നിപ്പോൾ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പായിരിക്കുന്നത്. അപ്പോൾ ആ കടയിലായിരുന്നു അമ്മ അവിടുത്തെ ആ പരിപ്പുടയ്ക്ക് പരിപ്പാട്ടാനും കറികൾ വയ്ക്കാനും പാത്രം തേക്കാനും ഒക്കെ പോകുന്നത്. അതൊരു ചായക്കടയായിരുന്നു, ഒരു ഹോട്ടലായിരുന്നു അത്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിഞ്ഞാലാണ് ഞങ്ങൾക്കുള്ള ആഹാരം. കാരണം വീട്ടിൽ നിന്ന് രാവിലെ കൊണ്ടുപോകാനില്ല. സ്കൂളിൽ ബെല്ലടിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിലൊന്നും മറ്റുള്ള കുട്ടികളെ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചോറുണ്ണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അമ്മ ഹോട്ടലിൽ നിന്ന് അവിടുത്തെ ചോറ് കൊടുത്തു കഴിഞ്ഞ് അവിടെ നിന്ന് ബാക്കി വന്ന ആഹാരം കൊണ്ടുവന്നിട്ടാണ് അമ്മ കൊണ്ടുവരിക. അപ്പോൾ ഈ അമ്മ വരുന്നത് വരെ ഞങ്ങൾ നോക്കിയിരിക്കും. അമ്മ ഒരു കണക്കിന് തോർത്തമുണ്ട് തോളിലിട്ട് അമ്മ ഈ അലൂമിനിയം പാത്രത്തിൽ ചോറ് കൊണ്ടുവരുന്നത് നോക്കി നിൽക്കും. അങ്ങനെ എന്നെയും ചേട്ടനെയും ആ സമയത്ത് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് വിടും. അങ്ങനെ ചേട്ടൻ ഒരു ഉരുളവാരും അങ്ങനെ ഞാനും ഒരു ഉരുളവാരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്ത ആ ഒരു ഓർമ്മ അത് ഇന്നലെ കഴിഞ്ഞ പോലെ ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇന്നും ആ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ആ വരാന്തയുടെ ഒരു ഭാഗം കാണുമ്പോൾ അമ്മ വന്ന് നിന്നതും ചേട്ടനും ഞാനും
ഭക്ഷണം വാരി കഴിച്ചതും ഒക്കെ ഓർമ്മയിലാണ് വരുന്നത്. അങ്ങനെ ആ ഭക്ഷണം കഴിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നീട് അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ അവരൊക്കെ സഹായിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ പിന്നീട് മണിച്ചേട്ടൻ ഒരുപാട് സഹായിയായിട്ട് മാറിയതിൻ്റെ ഒരു ആന്തരികമായ ഘടകം അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ ഞങ്ങൾ അനുഭവിച്ച വിശപ്പിൻ്റെ ഉൾവിളിയാണ്. ഞങ്ങളും ഈ കുട്ടിക്കാലത്ത് അച്ഛനെ സഹായിക്കാനും അല്ലെങ്കിൽ ഈ വൈമേലി കൃഷ്ണമേനോൻ്റെ ആ പറമ്പിൽ നെല്ല് പാടം കൊയ്ത് ആദ്യകാലമൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ എന്താ പറയുക ചാണകം മെഴുകി ഈ കറ്റ മുഴുവനും കൊണ്ടുവന്നിടും. അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കുലത്തൊഴിലെന്ന് പറയുന്നത് പിന്നെ കൊട്ടയും മുറോക്ക നെയ്യിലാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ കറ്റ മെതിക്കുന്ന സമയത്തായാലും പിന്നെ ഈ കൊട്ടയും മുറ നെയ്യുന്ന സമയത്തായാലും ഈ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പാട്ടിൻ്റെ വരികളിലൂടെയാണ്. അതൊരു എഴുതപ്പെട്ട പാട്ടൊന്നുമല്ല. ഇപ്പം അമ്മയ്ക്ക് തോന്നുന്നത് അമ്മയും കൂടിയാണ് ഈ കൊട്ടയും മുറൊക്കെ നെയ്യാനിരിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ വർത്തമാനം പറയുന്നത് തന്നെ പാട്ടിൻ്റെ വരികളിലൂടെയാണ്. അതൊരു എഴുതപ്പെട്ട പാട്ടുകളല്ല. അതുപോലെ തന്നെ അച്ഛനായാലും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അച്ഛന് അത്യാവശ്യം കൊട്ടാനും പാടാനുള്ള കഴിവുണ്ട്. അപ്പോൾ അച്ഛൻ എങ്ങനെ കൊട്ടിപ്പാടുക. അപ്പോൾ നമ്മുടെ സമുദായത്തിലാണെങ്കിൽ ആദ്യകാലങ്ങളിൽ മരിക്കുമ്പോഴും ഒക്കെ ഈ എന്താ പറയുക ചാക്കാട് കൂട്ടുക എന്ന് പറയും. മരണത്തിൻ്റെ കാര്യങ്ങളും ഈ മരിച്ചു കിടക്കുന്ന ആളിലെ ഗുണഗണങ്ങളൊക്കെ പാടിക്കൊണ്ടാണ് ഈ പാട്ടും കൊട്ടൊക്കെ ഉണ്ടാവും. ഇതൊന്നും ആരും എഴുതി വെച്ചതൊന്നുമല്ല, വാമൊഴിയാണ്. അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ആ സമയത്ത് ആ ഒരു ബന്ധങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഇവ പറഞ്ഞു പാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു രാഗ താള ബോധങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഏതൊരു കുടുംബ സദസ്സിൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എന്തൊരു പരിപാടിയിലും ഈ കൊട്ടും പാട്ടും എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനാണെങ്കിൽ അതൊക്കെ പൂർവികർ പാടിയിരുന്ന പാട്ടുകളാണ്. അപ്പോൾ അതൊക്കെ ഏറ്റുപാടുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ചെവിയിലും മനസ്സിലും ഇങ്ങനെ ഉറഞ്ഞു കിടക്കുന്ന ഒന്നാണ്. ഈ ഒരു സമുദായത്തിലെ അംഗങ്ങളെല്ലാവരും അല്ലെങ്കിൽ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ശരിക്കും ഇങ്ങനെ തന്നെയുള്ള കലാകാരന്മാരായിരുന്നു എല്ലാവരും. നമ്മുടെ ഒരു ആചാരമായാലും എന്താ പറയുക ആരാധനയായാലും ജീവിതക്രമങ്ങളിലായാലും ഈ പാട്ട് കൊട്ട് എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഈ സമുദായത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ കുലത്തൊഴിൽ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ തൊഴിൽ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പാട്ടുകളൊക്കെയാണ് പിന്നീട് മണിച്ചേട്ടൻ ഒരു കാലഘട്ടമായപ്പോൾ അവയ്ക്കൊക്കെ ഒരു പുനർജന്മം എന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്തത്. നാടൻ പാട്ടിൻ്റെ എന്താ പറയുക പ്രത്യേക ഒരു കാലഘട്ടത്തിൻ്റെ അതിജീവൻ കഴിഞ്ഞു വരുന്ന ഒരു ഘട്ടമായിരുന്നു മണിച്ചേട്ടൻ്റെ. എന്താ പറയുക അദ്ദേഹം സിനിമാ നടനായതിനു ശേഷം അന്ന് പാടിയ പാട്ടുകൾ ആ ജീവിതത്തിൻ്റെ അനുഭവം പോലെ തന്നെ പിന്നീട് അത് പാട്ടുകളിലൂടെ ജീവൻ നൽകുകയും അതുമാത്രമല്ല പിന്നീട് മണിച്ചേട്ടൻ പുതിയ കുറേ ആളുകൾക്ക് കുറേ കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സ്വരമാധുരിലൂടെ പിന്നീട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ പാട്ട് എന്നുള്ളതും എന്താ പറയുക ഒരു പക്ഷേ പാടുന്നത് കരഞ്ഞുകൊണ്ടായിരിക്കും, വിശപ്പിൻ്റെ വിളി കൊണ്ടായിരിക്കും പാടുന്നത്. അവിടെ ഒരു സിറ്റുവേഷനൊന്നുമില്ല, സന്തോഷം വരുമ്പോഴും പാടും, സങ്കടം വരുമ്പോഴും പാടും. അപ്പോൾ ഒരു കുടുംബജീവിതത്തിൽ കല നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെയാണ് കലയിലേക്ക് ഞങ്ങളൊക്കെ വഴിമാറി പോകുന്നത്. എന്നെ സംബന്ധിച്ച് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ശാസ്ത്രീയമായ കലകൾ പഠിക്കുന്നത് പിന്നെ 5ാം ക്ലാസ് മുതലാണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി സ്വയം കൂലിപ്പണിയെടുത്ത് ശനി ഞായർ ദിവസങ്ങളിൽ തൊട്ടടുത്തുള്ള പറമ്പിൽ പണിക്ക് പോവും. അവിടെ ഗോപി പണിക്കർ എന്ന് പറഞ്ഞൊരു തൊട്ടപ്പുറത്ത് വീട്ടിൽ. അപ്പോൾ അവിടെ അങ്ങനെ അച്ഛൻ പോകുന്നതോടൊപ്പം തന്നെ അച്ഛൻ്റെ കൂടെയും പോവും. വൈക്കോൽ തുറുടുവാനും മൂത്ത സഹോദരൻ കിണർ കുത്താനൊക്കെ പോവും. അപ്പോൾ കിണർ കുത്തി മണ്ണൊക്കെ കോരുന്നതിനും കോരി മാറ്റുന്നതിനും പോവും, ചാണകം ചുമക്കുന്നതിനും വളം അങ്ങനെയൊക്കെ നമ്മെ കൊണ്ടാവുന്ന എല്ലാ പണികളും ചെയ്യും. കാരണം അതൊക്കെ നമ്മുടെ കൺമുമ്പിൽ മണിച്ചേട്ടൻ ചെയ്തു വെച്ച അല്ലെങ്കിൽ എൻ്റെ മൂത്ത ചേട്ടനായിട്ടുള്ള വേലായുധൻ അവരൊക്കെ ചെയ്യുന്ന ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ഒരു കുടുംബം പോറ്റാൻ കഴിക്കുന്ന ഒരു പാടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പുഴയിൽ മണലെടുക്കാൻ വേണ്ടി പോകാറുണ്ട് മണിച്ചേട്ടൻ. മണലെടുത്ത് അല്ലെങ്കിൽ എന്താ പറയുക മറ്റെല്ലാ പണിയും പ്രധാനമായിട്ടും ചേട്ടൻ ചെയ്ത് ഓട്ടോറിക്ഷ ഓടിപ്പിക്കാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷ ഓടിപ്പിക്കലായിരുന്നു. അപ്പോൾ എന്താ പറയുക വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ എല്ലാ തരത്തിലും അച്ഛനും അമ്മയും സഹായിക്കുന്ന എല്ലാ തരത്തിലും ഏതൊരു ജോലി ചെയ്താലും ജോലി ചെയ്യാനും മടിയില്ലാതെ ജീവിക്കുന്നൊരു ജീവിത രീതി എൻ്റെ കൺമുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കലാപഠനത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ മക്കളെ കല പഠിപ്പിക്കാൻ വേണ്ടി അച്ഛനമ്മമാർ ഒരു ഗുരുവിനെ കണ്ടെത്തി അവിടെ കൊണ്ടുവിടുന്നത് പോലെയല്ല ഞങ്ങൾ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കല
നിറയെ എന്താ പറയുക, ഒരു ശരീരം മുഴുവനും കലയാണ്. അഭിനയിക്കാനും പാടാനും എല്ലാത്തിനും ഉള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനത് പഠിക്കാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കല പഠിക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ നൃത്തം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്കൂളിൽ കണ്ടു പഠിച്ചതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ വടക്കൻ അന്തോണി ചേട്ടൻ്റെ വീട്ടിൽ അവിടെ റേഡിയോ ഉണ്ട്. അപ്പോൾ ആ റേഡിയോയിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ അവരുടെ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ട് അലക്ഷ്യമായിട്ട് ഏത് തരം പാട്ടായാലും ഉച്ചയ്ക്കൊക്കെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുമ്പോഴൊക്കെ അതിനൊപ്പം നിന്നിങ്ങനെ നൃത്തം ചെയ്യും, അലക്ഷ്യമായിട്ട് നൃത്തം ചെയ്യും. അതിനൊന്നൊരു പ്രത്യേകിച്ച് ചൂടില്ല. അങ്ങനെ ആണ് നമ്മൾ ഇത് പഠിക്കണം എന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ള ചാലക്കുടിയിൽ തന്നെയുള്ള എൻ്റെ ഗുരുനാഥനായിട്ടുള്ള RLV ആനന്ദ് മാഷിൻ്റെ കീഴിൽ ഞാൻ നൃത്തം അഭ്യസിക്കാൻ വേണ്ടി പോയത് ഇങ്ങനെയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂൾ കഴിഞ്ഞാലും ഞാൻ വീട്ടിലേക്ക് വരാൻ കുറേ വൈകും. കാരണം അവിടെ അടുത്തൊരു അലാവുദ്ദീൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ്റെ, ഞങ്ങൾ രാജുവേട്ടൻ എന്നാണ് വിളിക്കുക, അദ്ദേഹത്തിൻ്റെ പൈസ കുറി പൈസയുണ്ട്. അത് പിരിക്കാൻ വേണ്ടി ഞാൻ ചാലക്കുടിയിലെ മാർക്കറ്റ് മുഴുവനും നടന്ന് ഈ കുറി പൈസ പിരിച്ചിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക്. ഇതൊക്കെ ഞാൻ കാണുന്നത് എനിക്കൊരു നർത്തകനാവണം, എനിക്കൊരു ചിലങ്ക വാങ്ങിക്കണം, ഓർണമെൻറ്റ്സ് വാങ്ങിക്കണം, ഡ്രസ്സ് വാങ്ങിക്കണം, ഡാൻസ് ആധികാരികമായിട്ട് പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ഒരു അച്ഛനോ അമ്മയോ ഒരു ഗുരുനാഥൻ്റെ കീഴിൽ അടയ്ക്കും വീട്ടിൽ നിന്ന് ദക്ഷിണ വെച്ച് ചേർത്തതല്ല. നമ്മൾ സ്വയം അധ്വാനിച്ച പൈസയിൽ നിന്ന് തന്നെ മാഷടുത്ത് പോയി പഠിക്കുന്നു. അത് പിന്നെ 10ാം ക്ലാസ് വരെ ആവുന്നു. അപ്പോൾ അതുവരെ പിന്നെ അരങ്ങേറ്റങ്ങളൊന്നുമില്ല. എനിക്ക് അരങ്ങേറാനുള്ളൊരു സാഹചര്യം സാമ്പത്തികമില്ല. അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല നേരിൽ തന്നെ കാണാം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. എനിക്ക് ശാസ്ത്രീയമായിട്ടുള്ള നൃത്തം പഠിക്കണമെന്ന് തോന്നുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ പഠിക്കുന്ന അധ്യാപകൻ പഠിക്കാൻ പോയ എൻ്റെ ഗുരുനാഥൻ അവിടെ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ ക്ലാസ് എടുക്കാൻ വന്ന് കുറേ അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു ഹരിനാരായണൻ എന്ന് പറഞ്ഞ ആൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവൻ ഡാൻസർ ആയതുകൊണ്ട് തന്നെ ഇവൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ക്ലാസ് കാണാൻ വേണ്ടി ചെല്ലും. ക്ലാസ് കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനും ഈ ജനലിൽ, അപ്പോൾ എനിക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പാടില്ല. ഞാൻ കുട്ടിക്കാലമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അതായത് ഞങ്ങളൊക്കെ അതിനകത്തേക്ക് പ്രവേശനമില്ല. കാരണം ഈ ജാതി വ്യവസ്ഥ അന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ പുറത്തു നിന്നാണ് നിൽക്കാറ്. അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ വന്നിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്താ പറയുക, ഇവർ പഠിച്ച സ്റ്റെപ്പുകളൊക്കെ ഞാനും കണ്ടു പഠിക്കും. അങ്ങനെ ഈ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ നിന്നത് പഠിക്കും. അങ്ങനെ ഒരു ദിവസം സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ രാമകൃഷ്ണനും ഇത് പഠിച്ചു, അവന് കളിക്കാൻ ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയോ ഒരു ദിവസം ഗുരുനാഥൻ വരുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ അറിയാതെ കയറിപ്പോയപ്പോൾ അവിടുത്തെ ഗുരുനാഥൻ അവിടുത്തെ ഗൃഹനാഥൻ, ആ കുടുംബത്തിലെ കാരണവർ വന്നിട്ട് എന്നെ അവിടെ നിന്ന് പുറത്താക്കി. എനിക്ക് അതിനകത്ത് കയറാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അന്ന് പുറത്താക്കുന്ന സമയത്ത് നമുക്കന്ന് കരയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം അതൊരു നിയമമാണ് എന്നൊരു തോന്നലുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ഞാൻ വേഗം ചാടി പുറത്തേക്ക് കടന്നു. അങ്ങനെ മനസ്സിൻ്റെ ആ ക്ലാസ്സും കൂടെ കണ്ടിട്ടാണ് തിരിച്ചു പോരുന്നത്.
പിന്നീട് ഈ കൂട്ടുകാരൻ മുഖേന ഗുരുവിനോട് പറഞ്ഞപ്പം എന്നാൽ ഇഷ്ടമാണെങ്കിൽ ഗുരുവിൻ്റെ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചാലക്കുടിയിൽ പുത്തുപറമ്പ് എന്ന് പറയും, ചാലക്കുടി റെയിൽവേ സ്റ്റേഷനടുത്ത് മാഷിൻ്റെ വീട്ടിലേക്ക് പിന്നെ ഈ ദക്ഷിണയൊക്കെ ആയിട്ട് അങ്ങനെയാണ് മാഷിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ 10ാം ക്ലാസ് വരെ ഏകദേശം 5ാം ക്ലാസ്സിൽ തുടങ്ങിയ പഠനം 10ാം ക്ലാസ്സായിട്ടും നമുക്ക് ഒരു അരങ്ങേറ്റം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് ഞാൻ ഏത് സമയം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഈ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് ടീച്ചേഴ്സിന് ആഗ്രഹം ഉണ്ടായി, 10ാം ക്ലാസ് അല്ലേ അപ്പോൾ നീ ഈ തവണ കലോത്സവത്തിന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ അത്യാവശ്യം ഫോക്ക് ഡാൻസും മറ്റൊക്കെ കളിക്കാറുണ്ട്, ക്ലാസിക്കൽ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ടീച്ചേഴ്സിൻ്റെയൊക്കെ സഹായം കൊണ്ടും ഈ പറഞ്ഞ ഈ നമ്മൾ ചെറിയ ജോലി ചെയ്ത് കിട്ടി ചെറിയ വരുമാനം കൊണ്ടൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിനാണ് ഞാൻ ആദ്യമായി ഒരു ക്ലാസിക്കൽ ഡാൻസിന് ഭരതനാട്യമാണ് ആദ്യം ചെയ്തത്, ഞാൻ ചെലങ്ക കെട്ടുന്നത്. അന്ന് ഈ പറഞ്ഞ മാതിരി അച്ഛനോ അമ്മയ്ക്കോ ഒന്നും കൂടെ വരാൻ പറ്റില്ല, ഈ കൂട്ടുകാരൻ തന്നെയാണ് എനിക്ക് കൂടെ ഉണ്ടായിരുന്നത്. മറ്റുള്ള കുട്ടികളെ അച്ഛനമ്മമാർ ഒരുക്കി അല്ലെങ്കിൽ അവർക്ക് ആഹാരം ഉരുട്ടി വായിൽ വെച്ചൊക്കെ കൊടുത്ത് സ്റ്റേജിലേക്ക് കയറ്റുന്ന ഒരു സപ്പോർട്ട് ആരുമില്ല എൻ്റെ കൂടെ. അങ്ങനെ ആ ഒരു നമ്മുടെ സ്കൂളിലൊരു എസ്കോർട്ടിംഗ് ടീച്ചർ ചന്ദ്രൻ മാഷ് ആയിരുന്നു വന്നത്, ഡ്രോയിങ് സാറായിരുന്നു, സാറിൻ്റെ കൈപ്പിടിച്ചാണ് സ്റ്റേജിൽ കയറിയത്. അങ്ങനെ അന്ന് അവിടെ എന്താ പറയുക പകുതി എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഇരുട്ടടിക്കുന്ന പോലെ ഒരു കണ്ണിലേക്ക് ഇരുട്ട് കയറുന്ന പോലെ തോന്നി. അങ്ങനെ ഞാൻ അതുവരെ എല്ലാവരും വിചാരിച്ചിരുന്ന 2 വിജയികളെ എന്തായാലും എനിക്ക് തന്നെ സമ്മാനം കിട്ടുമെന്ന് വിചാരിച്ച് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത സമയത്ത് ഞാൻ പെട്ടെന്ന് ഓർമ്മയില്ലാണ്ടായി നിന്നുപോയി, അങ്ങനെ ഇറങ്ങിപ്പോന്നു. പിന്നെയാണ് ആ ഒരു നൃത്തം ബ്രേക്കായതാണ് എനിക്ക് പിന്നെയും എൻ്റെ നൃത്തത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇത് ബ്രേക്കായത്. കാരണം പിന്നെ അവിടെ നിന്ന് നൃത്തം കൂടുതൽ പഠിക്കണം എന്നൊരു മോഹം, ആ തെറ്റി കളിച്ച ഡാൻസ് കൂടുതൽ നന്നായി കളിക്കണം എന്നൊരു തോന്നലൊക്കെ ഉണ്ടായത് പിന്നീടാണ്. അങ്ങനെ ഞാൻ അത്യാവശ്യം സ്കൂളിൽ നന്നായിട്ട് പഠിക്കും. സ്കൂളിൽ പഠിക്കണ കാര്യം പറയുമ്പോൾ മറ്റൊരു കുറച്ച് തമാശകളും ഉണ്ട് ജീവിതത്തിൽ. കാരണം മണിച്ചേട്ടൻ പറയാറുണ്ടല്ലോ എപ്പോഴും, മണിച്ചേട്ടൻ പഠിക്കാൻ മോശമായിരുന്നു, അദ്ദേഹം ഇംഗ്ലീഷ് കോപ്പി അടിച്ചത് മറ്റു കൂട്ടുകാരൻ കോപ്പി അടിച്ച അമ്മയ്ക്ക് കത്ത് എഴുതുന്ന പോലെ എഴുതുമ്പോൾ കൂട്ടുകാരൻ എഴുതിയ കത്ത് അതേപോലെ പകർത്തി എഴുതി വെച്ചു എന്നൊക്കെയുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാം. അങ്ങനെയാണ് ഞാൻ മറ്റൊരു സ്കൂളിലാണ് LP കഴിഞ്ഞിട്ട് വേറൊരു സ്കൂളിൽ പോയി പഠിച്ചത്. അപ്പോൾ അവിടെ അത്യാവശ്യം നന്നായി പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞൊരു ഹൈസ്കൂൾ ലെവലിലെത്തിയപ്പോഴാണ് വീണ്ടും മണിച്ചേട്ടൻ പഠിക്കുന്ന ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം പഠിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ 7ാം ക്ലാസ്സിലാണ് പിന്നെ വീണ്ടും വന്ന് ചേർന്നത് അവിടെ. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർലി എക്സാം കഴിഞ്ഞപ്പം ഹിന്ദി പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് 47 മാർക്ക് 50-ൽ 47 മാർക്ക് കിട്ടിയപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര സംശയം, ഇത് കോപ്പി അടിച്ചതാണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്നെ വീണ്ടും ഈ പരീക്ഷ ഞാൻ ഒറ്റയ്ക്ക് നടത്തി, കോപ്പി അടിച്ചതാണോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോഴും ആ മാർക്ക് എനിക്ക് ഏകദേശം നല്ല മാർക്ക് കിട്ടി. ആ ഒരു അടുത്തടുത്ത വിഷയങ്ങൾ പേപ്പർ കിട്ടിയപ്പോഴൊക്കെ എനിക്ക് നല്ല മാർക്ക് കിട്ടി. അപ്പോൾ മണിയുടെ അനിയനായതുകൊണ്ട് ഞാൻ പഠിക്കാൻ മോശക്കാരനായിരിക്കുമെന്നൊരു ടീച്ചർമാരുടെ ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെയാണ് ടീച്ചർമാരെ എന്നെ നോക്കിക്കണ്ടത്. കാരണം ഒന്നും പഠിക്കാത്ത മണിയുടെ അനുജൻ പഠിച്ചു കഴിഞ്ഞ് മാർക്ക് കിട്ടിയപ്പോൾ അതൊരു വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് ക്യാരക്ടറായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. എൻ്റെ ഡിഫറെൻ്റ് ആയിരുന്നു. ചേട്ടൻ ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു, ഞാൻ വളരെ സൈലൻ്റ് ആയിരുന്നു. അങ്ങനെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. SSLCക്ക് അത്യാവശ്യം മാർക്ക് കിട്ടി ജയിച്ചു ഞാൻ. അപ്പോൾ ഡോക്ടർ ആവണം എന്നായിരുന്നു ഏറ്റവും വലിയ മോഹം. അന്നൊന്നും ഡോക്ടർ വഴി പറഞ്ഞു വിടാൻ അച്ഛനോ അമ്മയ്ക്കോ ആർക്കും അറിയില്ല. പക്ഷെ എന്നാലും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി 2nd ഗ്രൂപ്പിന്. അവിടെ പാറ്റേനെയും തവളേനൊക്കെ കീറാൻ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലെ ഈ കലാകാരൻ എന്നോട് തന്നെ മന്ത്രി എനിക്കത് പറ്റില്ല, എനിക്ക് കല പഠിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥൻ്റെ മുമ്പിൽ RLV എന്നുള്ളൊരു പേര് അതെൻ്റെ പേരിന് മുമ്പിൽ ചേർക്കണം എന്നുള്ള. അപ്പോൾ 2 ആഗ്രഹമായിരുന്നല്ലോ, ഒന്ന് ഡോക്ടർ ഒന്ന് RLV. അപ്പോൾ ഈ കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഒരു MBBS ഡോക്ടർ ആവുന്നില്ലെങ്കിലും ഈ 2 പേരുകൾ പിന്നീട് എത്തിച്ചേർന്നൊരു കഥ, അത് വലിയൊരു പോരാട്ടത്തിൻ്റെ കഥയാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഈ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കോളേജിൽ നിന്ന് ഇറങ്ങുകയാണ്. എനിക്ക് ഇനി കല മതി എന്ന് പറഞ്ഞുകൊണ്ട് കല ഐച്ഛിക വിഷയമായി പഠിക്കാൻ വേണ്ടി ഞാൻ തൃപ്പൂണിത്തുറ RLV കോളേജിലേക്ക് വരികയാണ്. അപ്പോഴൊക്കെ ചേട്ടൻ കലാഭവനിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ആവണമെന്നൊരു ഇഷ്ടക്കുറവ് ചേട്ടൻ ഉണ്ടായിരുന്നു. കാരണം ചേട്ടൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ദാരിദ്ര്യം, ദുഃഖം, അല്ലെങ്കിൽ ഒരു കുടുംബം പോറ്റാൻ അച്ഛനമ്മയും സഹായിക്കുന്ന ചേട്ടൻ്റെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ജീവിതം, അല്ലെങ്കിൽ കലാഭവനിലെ ഒരു ഉത്സവപ്പറമ്പുകളിലും മിമിക്രിക്കാരൻ കഴിച്ചു കൂട്ടുന്ന
ഓരോരോ വിഷമഘട്ടങ്ങൾ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് ഞാനൊരു ആർട്ടിസ്റ്റ് ആവണമെന്ന് അദ്ദേഹം വല്ലാണ്ട് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിലെ ഒരു ഇഷ്ടം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്താ പറയുക, ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഒരു ഇറയം, ഒരു ചായ്പ്, ഒരു വലിയൊരു അകം, പിന്നെ ഒരു അടുക്കള, ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ 4 സഹോദരിമാർ, ഇപ്പം ചേട്ടൻ പിന്നെ 5ാമത്തെ സഹോദരി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അമ്മായിയുടെ മകള്, ഇവളെയൊക്കെ കല്യാണം കഴിച്ച് ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളും പേരക്കുട്ടികളൊക്കെ വരുമ്പോൾ കിടക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ചേട്ടൻ തൊട്ടടുത്ത വീട്ടിലെ ആ വീടിൻ്റെ ഉമ്മറത്ത് ഒരു വരാന്തയുണ്ട്. ആ വീട് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അവിടെ ആ വരാന്തയിലാണ് ചേട്ടൻ കിടന്നുറങ്ങുക. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ചേട്ടൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് അവരുടെ ദുഃഖത്തെ മനസ്സിലാക്കി അവർക്ക് ഒരു പിന്താങ്ങായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു മണിച്ചേട്ടൻ. അപ്പോൾ വീട്ടിലെ ഒരുപാട് എന്താ പറയുക, കിടക്കാനിടയില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ആഹാരമില്ല. ഇതൊക്കെ പിന്നീട് അദ്ദേഹം നമുക്ക് വളരെ സമ്പന്നമായ ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കലയിലേക്ക് വിടാതെ ഏതെങ്കിലും ഒരു ജോലി ഒക്കെ വാങ്ങിച്ചു തരണം, വിദേശത്ത് എവിടെയെങ്കിലും ജോലി വാങ്ങിച്ചു തരാം, നീ അതിന് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ഒരുപാട് കലാകാരന്മാരുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊരു കലയിലൊരു ഉന്നത വിദ്യാഭ്യാസം നേടുക, ഡോക്ടറേറ്റ് നേടുക, അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലും ഇങ്ങനെ മാറിപ്പോവും. അങ്ങനെയാണ് പിന്നെ RLV കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ആകെ 60 പൈസയാണ് തന്നുവിടുക. ചാലക്കുടിയിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ട്. അത് നടന്നു പോകണം. അവിടെ വരെ നടന്നു പോവും. ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും ട്രെയിൻ വരും. അങ്ങനെ അവിടെ പോവും. എറണാകുളത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് പോകാനായിട്ട് ഒരു 30 പൈസ ST ബസ്സിൽ പോകാൻ, തിരിച്ചും കൂടെ അതുപോലെ തന്നെ. അപ്പോൾ ഈ പൈസ ഞാനിങ്ങനെ എപ്പോഴും എണ്ണും. കാരണം ഇത് ചാടിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് അറിയില്ല, വരാനായിട്ട് അറിയില്ല, മാർഗ്ഗമില്ല. അങ്ങനെ RLV കോളേജിൽ പോയി ഇൻ്റർവ്യൂവിന് പോയി. പക്ഷേ ഇത് പറഞ്ഞു വരുന്നത് വിരു തിരിച്ച് പിടിക്കേണ്ട കഥയും കൂടി ഉണ്ട് ഇതിൽ. ഭരതനാട്യത്തിനായിരുന്നു ആദ്യം അപേക്ഷിച്ചത്. പക്ഷേ എനിക്കന്ന് ഒരു SC വിദ്യാർത്ഥിയായിട്ട് പോലും, റിസർവേഷൻ ഉണ്ടായിട്ട് പോലും എനിക്കന്ന് അവിടെ സീറ്റ് തന്നില്ല അതിന്. പിന്നെ നൃത്തത്തോടുള്ള ആഗ്രഹം കൊണ്ട് മോഹിനിയാട്ടം, അന്ന് RLV കോളേജിൽ വല്ലാണ്ട് മോഹിനിയാട്ടത്തിലൊരു റഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു മോഹിനിയാട്ടത്തിന് ഒരു ക്ലാസ്സിലേക്ക് ഒഴിവുണ്ടായപ്പോൾ ഞാൻ അവിടെ ചേർന്നു. ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകാനില്ല. അവിടെ ചെന്നാലും നമുക്കൊരു ഹോട്ടലിൽ കയറി എന്തെങ്കിലും ആഹാരം കഴിക്കാനാണ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഈ 60 പൈസ മാത്രമേ ഉള്ളൂ. അങ്ങനെ രാവിലെ തന്നെ അവിടെ യൂണിഫോമൊക്കെ ഇട്ട് ജുബ്ബയൊക്കെ ഇട്ട് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കയറണം. അവിടെ കയറി കഴിഞ്ഞാൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യണം. എന്താ പറയുക, ഒരു 1 hour കഴിയുമ്പോഴേക്കും ജുബ്ബ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അത്രയും വെള്ളം കിട്ടും, വിയർപ്പ്. അപ്പോൾ തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യൻ്റെ കടയുണ്ട്. അവിടെ പോയി അവർ ഒരു 11 മണിയാകുമ്പോൾ കഞ്ഞി പകർത്തുന്ന ഒരു സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് വരും. തൊട്ടടുത്താണ് ക്ലാസ്. അങ്ങനെ ഓടിപ്പോയി ഉപ്പിട്ട കഞ്ഞിവെള്ളം, അതായിരുന്നു ഏറ്റവും വലിയ ഭക്ഷണം. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എൻ്റെ അന്ന് പഠിച്ചിരുന്ന സോയ, സില, ഹേമ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇന്ദു, അങ്ങനെ കുറേ കൂട്ടുകാരുണ്ട് അവരുടെ. അപ്പോൾ ഞാൻ മോഹിനിയാട്ട ക്ലാസ്സിൽ ആകെ ഒരു പുരുഷൻ ഞാൻ മാത്രമേ ഉള്ളൂ അന്ന് ക്ലാസ്സിൽ. അവരിൽ നിന്ന് കിട്ടുന്ന ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് അന്നത്തെ വിശപ്പടക്കി പോരുന്നത്. അപ്പോഴൊക്കെ ഈ വിശപ്പ് ഉള്ളിലുള്ളപ്പോഴും ഇന്നത്തെ കുട്ടികൾ വളരെയധികം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാലും അവർ പഠിപ്പിലൊക്കെ ഉഴപ്പിപ്പോകുന്നൊരു സാഹചര്യം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കലാരംഗത്ത് നിൽക്കണം, ഞാൻ ഉഴപ്പിപ്പോയി കഴിഞ്ഞാൽ എന്നെ പിന്നെ ഇതിലേക്ക് വിടില്ല എന്നുള്ളൊരു പേടിയുണ്ട്. ഒപ്പം എങ്ങനെ ഒരു വരുമാനം കണ്ടെത്താൻ പറ്റും എന്നുള്ളൊക്കെ ചിന്തകളിലൂടെയാണ് ഈ പഠനം മുഴുവനും നടന്നു പോയത് മുഴുവനും. ഈ പ്ലഗിൽ വേട്ടാളം കൂടുകൂട്ടിയൊരു തവണ. അപ്പോൾ അച്ഛൻ വന്ന സമയത്ത് പിന്നെ എന്താ പറയുക, ഈ വേട്ടാളൻ കൂടുകൂട്ടിയപ്പോൾ മണിച്ചേട്ടൻ വളരെ ബഹുരസമായിട്ടാണ് അത് അവതരിപ്പിക്കുക. എനിക്ക് അത്രയും കോമഡി ആയിട്ട് പറയാൻ അറിയില്ല. പക്ഷെ ഉണ്ടായൊരു സംഭവമാണത്. അങ്ങനെ അച്ഛൻ ഈ എന്താ പറയുക, ഈർക്കിളിയെടുത്ത് കുത്തിയിട്ട് ഈ വേട്ടാളൻ പോകുന്നില്ല. അങ്ങനെ അടുത്ത രാമകൃഷ്ണൻ എൻ്റെ പേര് വിളിച്ചിട്ട്, അപ്പോൾ ചേട്ടൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, രാമകൃഷ്ണൻ ആ സാധനം എടുത്ത് ഞാനൊരു ആണി എടുത്തിട്ട് അച്ഛൻ ഈ പ്ലഗിലിട്ട് ഇളക്കി. ഈ ഇളക്കിയ വഴി ആളുടെ വിചാരം വേട്ടാളം കുത്തിയതാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഷോക്ക് അടിച്ചിട്ട് ആൾ നേരെ ഞാനും അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, ഞാനും അച്ഛനും അങ്ങോട്ട് തെറിച്ച് വീണു.